Hi friends, welcome to Guns World. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെഗുലർ എക്സ്പ്രഷനെ എങ്ങനെ NFA ആക്കാം എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിസൈൻ എ NFA ഫ്രം ഗിവൺ റെഗുലർ എക്സ്പ്രഷൻ. ഇതാണ് നമ്മളുടെ ഗിവൺ റെഗുലർ എക്സ്പ്രഷൻ. 1 1 സ്റ്റാർ 0 1 സ്റ്റാർ 0 1 സ്റ്റാർ ദെൻ ഓൾ സ്റ്റാർ. ഹിയർ ക്ലോഷർ ഓപ്പറേഷനും ഇൻ്റർസെക്ഷനും ആണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റെഗുലർ എക്സ്പ്രഷനെ നമുക്കൊരു സ്ട്രിങ്സ് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ നമുക്ക് ഇതിൽ 1 സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്ന ഇൻപുട്ട് 1 ആണ്. ദെൻ ഈ ഒരു സെറ്റിൻ്റെ ക്ലോഷർ, ഈ ക്ലോഷർ വന്നാൽ നമുക്കറിയാം അവിടെ എപ്സിലോൺ മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കത് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. സോ ഇതൊരു സ്ട്രിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആ FAയിൽ. ദെൻ നെക്സ്റ്റ് ഒരു സ്ട്രിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. 1 ദെൻ 1 0 1 0 1. ഹിയർ ഞാൻ ഈ സ്ട്രിങ് അതേപടി തന്നെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലോഷർ വന്നുകൊണ്ട് ഈ സ്ട്രിങ് ഉണ്ടാവാണ്ടിരിക്കാം. ഉണ്ടാവാണ്ടിരിക്കുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്, പക്ഷേ ഉണ്ടാവുന്ന കണ്ടീഷൻ ഇങ്ങനെ. ദെൻ ഇത് ക്ലോഷർ ആയതുകൊണ്ട് ഇത് എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സോ അഗെയിൻ 1 1 0 1 0 1. ഓക്കെ, ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻഡിങ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് വരുന്നത്. ദെൻ സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതും 1 ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഡയഗ്രാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റത്തെ ഈ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യണ നോക്കാം. സോ ഞാനിവിടെ നമ്മളുടെ ഫസ്റ്റ് സ്ട്രിങ് 1 എപ്സിലോൺ ആണ്. സോ ഞാൻ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 എടുത്തു. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് Q0. ദെൻ Q0 എന്ന് നമ്മൾ 1 അക്സെപ്റ്റ് ചെയ്താൽ 1 എന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്താൽ Q1ലേക്ക് പോകുന്നു. ദെൻ നമ്മൾക്ക് എപ്സിലോൺ ആണ്, അപ്പോൾ നോ നെക്സ്റ്റ് മൂവ്. സോ നമ്മളുടെ ഫൈനൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് Q1 ആണ്. നമ്മൾ ഈ Q1 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു സ്ട്രിങ്ങും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളുടെ സെക്കൻഡ് സ്ട്രിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹിയർ 1 ഇൻപുട്ട് വന്നാൽ Q0 എന്ന് Q1ലേക്ക് പോകുന്നു. ദെൻ നെക്സ്റ്റ് 1 നമ്മളുടെ ഈ നെക്സ്റ്റ് 1 എന്ന് പറയുമ്പം ഇവിടെ ക്ലോഷറാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ലൂപ്പ് അവിടെ ഫോം ചെയ്യാം. Q1ൽ ലൂപ്പ് ഫോം ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർസെക്ഷൻ വരുന്നതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യുന്നു. 0 എന്നുള്ള ഇൻപുട്ട് കിട്ടിയാൽ നെക്സ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ Q2ലേക്കാണ്. ദെൻ അഗെയിൻ 1, ഈ 1 എന്ന് പറഞ്ഞാൽ ഇവിടെയും ക്ലോഷറാണ്. സോ അഗെയിൻ ഫോമിങ് എ ലൂപ്പ്. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് നമുക്ക് 0 ആണ്. സോ 0 മൂവ്മെൻറ്റ് വരാൻ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് ഇതൊരു സിമ്പിൾ ഡയഗ്രാം ആണ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കാം, നമുക്ക് ഈ Q2 നിന്ന് Q1ലേക്കൊരു മൂവ് കൊടുക്കാം. എപ്പോൾ 0 എന്നുള്ള ഇൻപുട്ട് വരുമ്പോൾ Q2 നിന്ന് 0 എന്നുള്ള ഇൻപുട്ട് വരുമ്പോൾ Q1ലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. ദെൻ 0 ദെൻ 1. ഹിയർ 1 വന്നു കഴിഞ്ഞാൽ ലൂപ്പ് ഫോം, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. സോ 1 ഇവിടെ ലൂപ്പിൽ വന്നു. സോ ഇത് നമ്മൾക്ക് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് ഇവിടെ രണ്ടാമതും കിട്ടി. ഈ സ്ട്രിങ്ങിലും നമുക്ക് ഫൈനൽ സ്റ്റേറ്റ് Q1 ആണ് വന്നിരിക്കുന്നത്. ദെൻ എഗെയിൻ നമുക്കൊരു സ്ട്രിങ്ങും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫൈനൽ സ്റ്റേറ്റ് ഏതാണെന്ന് കൺഫേം ആക്കാം. ഹിയർ 1 ഇൻപുട്ട് വന്നാൽ Q1ലേക്ക് പോകുന്നു. അഗെയിൻ 1. ഹിയർ ലൂപ്പ് ഫോം ചെയ്ത് 0 Q2ലേക്ക് പോകുന്നു. ദെൻ 1 വന്നാൽ Q2 നിന്ന് 1 വന്നാൽ അവിടെ ലൂപ്പാണ്. ദെൻ 0 Q1ലേക്ക് പോകുന്നു. ദെൻ 1 വന്നാൽ ഇവിടെ ലൂപ്പ്. അഗെയിൻ 1 ലൂപ്പ്. ദെൻ 0 Q2ലേക്ക് പോകുന്നു. ദെൻ 1 ഇവിടെ ഹിയർ Q2ലുള്ള ലൂപ്പ്. ദെൻ 0 വരുമ്പോൾ Q1ലേക്ക് പോകുന്നു. ലാസ്റ്റ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 ഇതാ. ദെൻ അഗെയിൻ നമുക്ക് നമ്മളുടെ Q1 തന്നെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കിട്ടിയത്. സോ ഹിയർ
നമ്മുടെ ഈ ഡയഗ്രത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Q1 ആണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്, ദെൻ Q0 ഈസ് അവർ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓവർ ദ ഇൻപുട്ട്സ് 1 and 0. സോ നമ്മുടെ ഈ റെഗുലർ എക്സ്പ്രഷൻ, ഈ ഗിവൺ റെഗുലർ എക്സ്പ്രഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായെന്ന് കരുതുന്നു. So friends, that's all about in this video. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും.